ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അവർ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ചധികം ദിവസമായില്ലേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകുന്നത്. കുറച്ചധികം ദിവസം പനിയും ചുമയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് റെസ്റ്റിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനോ ഷൂട്ട് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഡോക്ടറൊക്കെ കാണിച്ചു, മെഡിസിനൊക്കെ എടുത്തിട്ട് ഹെൽത്തൊക്കെ ഒന്ന് കുറച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ക്ഷീണം, ഇപ്പോഴത്തെ പനി വന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് റെഡി ആയിട്ട് ഇപ്പോൾ ബാക്ക് ടു നോർമൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ നമ്മൾ പർപ്പിൾ ആപ്പിൽ നിന്ന് കുറച്ചധികം പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫേസ് പാക്ക്, പൗഡർ, ഫേഷ്യൽ കിറ്റ്, അങ്ങനെ കുറച്ച് ഐറ്റംസ്. അപ്പോൾ ഇതിലൊന്നും എനിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ പനിയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ ആ ഒരു പ്രോപ്പർ സ്കിൻ കെയർ എനിക്കതങ്ങ് ഒന്ന് ബ്രേക്കായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ആ ഒരു ഫേസ് പാക്കിലൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഒരു ആപ്സ് ഗുഡ്നെസ്സിൻ്റെ ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ഫേസ് പാക്കാണ് കേട്ടോ ഇന്ന് ഇടാൻ വേണ്ടിയിട്ട് പോകും. ഞാൻ ഇതൊരു പ്രോഡക്റ്റ് വാങ്ങുന്ന സമയത്തും ഫസ്റ്റ് ട്രൈ ചെയ്യുമ്പോഴും പിന്നീട് ട്രൈ ചെയ്യുമ്പോഴും ഞാനത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇട്ട് നോക്കാം. അപ്പം ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പർപ്പിൾ നിന്നായിരുന്നു കേട്ടോ. ആപ്സ് ഗുഡ്നെസ്സിൻ്റെ ബ്ലൂ പീ റോസ് പെറ്റൽ ഒരു ഫേസ് പാക്ക് ഇതാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത് ബ്ലൂ പീയും, അതായത് നമ്മുടെ നീല ശംഖുപുഷ്പവും റോസ് പെറ്റലും ആണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ നമ്മളിതിങ്ങനെ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ഇതേപോലത്തെ ഒരു പാക്കേജിങ്ങിലാണ് ഇപ്പോൾ നമ്മളുടെ ആ ഒരു ഫേസ് പാക്ക് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ആദ്യം ബ്ലൂപ്പി ആൻഡ് റോസ് പെറ്റൽ എന്ന് പറഞ്ഞപ്പോൾ രണ്ടും ഇതേപോലെ ഇങ്ങനെ ഒരു പാക്കേജിങ് ആയിട്ടാണ് ഉണ്ടാവുകയെന്ന് വിചാരിച്ചത്. പക്ഷേ രണ്ടും കൂടെ ഈ ഒരു പാക്കറ്റിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം രണ്ട് രീതിയിൽ, അതായത് നമുക്കിത് അപ്ലൈ ചെയ്യാമെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. അതായത് ഒന്ന് ഗ്ലോയിങ് ബ്ലൂ ബൂം എന്ന് എഴുതിയിട്ടുണ്ട്, സൺസെറ്റ് സോത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണം പറഞ്ഞാൽ നമുക്കൊരു മേ ബി എനിക്ക് തോന്നുന്നു അതൊരു ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം സ്കിന്ന്. ഇത് ബ്ലൂ പീയും റോസ് പെറ്റൽ പൗഡറും അതേപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ പൗഡറും കൂടെ ചേർത്തിട്ട് റോസ് വാട്ടറിൽ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തത് ബ്ലൂ പീ പൗഡറും റോസ് പെറ്റൽ പൗഡറും ഓറഞ്ച് പീൽ പൗഡറും അലോവേരയുടെ ജെല്ലിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാനാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഓറഞ്ച് പീൽ പൗഡർ ഇല്ല, അപ്പോൾ എൻ്റെ കയ്യിൽ ബീട്രൂട്ട് പൗഡർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഇതിൽ ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ കുറച്ച് നമ്മളുടെ ബീട്രൂട്ടിൻ്റെ പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് കട്ടയായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ബീട്രൂട്ട് പൗഡർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഈ ഒരു ബ്ലൂ പീ പൗഡറും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റോസ് വാട്ടറാണ് വേണ്ടത്. അപ്പം ഞാൻ അതും കൂടെ എടുക്കുന്നത്, അത് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ളത് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇനി ഒഴിച്ചു കൊടുക്കാമല്ലോ. ഓക്കെ, നമ്മളെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മളുടെ പാക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ക്ലെൻസ് ചെയ്തിട്ടുള്ള ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൽ ബീട്രൂട്ടിൻ്റെ പൗഡർ കൂടെ ഇട്ടതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇത്ര ഡാർക്ക് കളറിലുള്ളത്. പക്ഷേ ഈ ഒരു കളർ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഈ ശംഖുപുഷ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു സംഭവമാണ്. അതിൻ്റെ കൂടെ തന്നെ റോസ് പെറ്റൽ പൗഡറും കൂടിയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അത് ഞാൻ ഫേസിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാക്കേജിങ്ങിൽ പറഞ്ഞ രീതിയിലാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഏതെങ്കിലും ഒരു മീഡിയം യൂസ് ചെയ്ത് മിക്സ് ചെയ്തിട്ടും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഒരു 15 മിനിറ്റ് നമ്മൾ വെച്ച ശേഷം വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ആ ഫേസിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഇതേപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു 15 മിനിറ്റ് വെച്ചപ്പോൾ തന്നെ നമ്മളുടെ പാക്ക് അത്യാവശ്യം നല്ലപോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നോർമൽ തണുത്ത വെള്ളത്തിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് എടുക്കുക കേട്ടോ.
അപ്പോൾ ഇതിലിങ്ങനെ സ്ക്രബ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അങ്ങനത്തെ ആ ഒരു തരി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും ഇതിലില്ല. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ വാഷ് ചെയ്ത് വൈപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഫേസ് പാക്ക് ഞാനത് വാഷ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. വലിയ സോഫ്റ്റ്നെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ചില പാക്ക് ഇടുന്ന സമയത്ത് നമുക്ക് ഫേസ് അത് വാഷ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൊടുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ്നെസ് ഒക്കെ ഫീൽ ചെയ്യും. പക്ഷെ അത്ര വലിയ സോഫ്റ്റ്നെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് പറഞ്ഞതൊക്കെ വലിയൊരു ഗ്ലോയിങ് ആയിട്ടൊന്നും തോന്നുന്നില്ല. ഇനി ഇതിൽ ആക്നീസിൽ എന്തെങ്കിലും റിസൾട്ട് കിട്ടുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇത് നമ്മൾ പിന്നെ ട്രൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. വെൽ, ഇനി എന്തായാലും ഞാനിത് അപ്ലൈ ചെയ്ത് നോക്കും. കാരണം എനിക്ക് പേഴ്സണലി അതല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു കളറും ആ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇനി വരുന്ന സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.